നിരവധി നാഡീ വിദഗ്ധന്മാർ നിങ്ങളുടെ കയ്യിൽ പിടിച്ച് കണ്ണടച്ച് നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്നും വെരിക്കോസ് വെയിൻ ഉണ്ടെന്നും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടെന്നും ഒക്കെ ഡയഗ്നോസ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർ നിങ്ങളുടെ റിസ്റ്റിൽ പൾസ് റേറ്റ് ചെക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു മൈ ചാനൽ അൺഫിൽറ്റർഡ് ബൈ ഡോക്ടർ ഐഷ്. ഒരു ഹ്യൂമൻ ബോഡിയിൽ 2 തരം ബ്ലഡ് വെസൽസ് ആണുള്ളത്. ഒന്ന് ആർട്ടറി, ഒന്ന് വെയിൻ. ആർട്ടറി എന്ന് പറയുന്നത് ഹാർട്ടിൽ നിന്ന് മറ്റു ഓർഗൻസിലേക്ക് ബ്ലഡ് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ബ്ലഡ് വെസലാണ്. വെയിൻ എന്ന് പറയുന്നത് മറ്റ് ഓർഗൻസിൽ നിന്നുള്ള ബ്ലഡ് ഹാർട്ടിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ബ്ലഡ് വെസലാണ്. ഇവിടെ റിസ്റ്റിൽ ഡോക്ടർ പൾസ് ചെക്ക് ചെയ്യുമ്പോൾ ആർട്ടറി, അതായത് റേഡിയൽ ആർട്ടറിയിൽ പിടിച്ചിട്ടാണ് പൾസ് ചെക്ക് ചെയ്യുന്നത്. പൾസ് സാധാരണ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 3 വിരലുകൾ യൂസ് ചെയ്താണ് ചെക്ക് ചെയ്യുന്നത്. അതിൽ 2 വിരൽ യൂസ് ചെയ്ത് ആർട്ടറിയുടെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും, നടുവിരൽ യൂസ് ചെയ്ത് പൾസ് ഫീൽ ചെയ്യാൻ ശ്രമിക്കും. ഒരു പൾസ് റേറ്റിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒന്നാമത്തെ കാര്യം റേറ്റ് എന്ന് വെച്ചാൽ സ്പീഡാണ്. പൾസ് റേറ്റിന്റെ സ്പീഡ് ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിൽ 60 to 100 per minute എന്നാണ് പറയുന്നത്. അപ്പോൾ 100ന്റെ മുകളിലാണെങ്കിൽ ടാക്കിക്കാർഡിയ എന്ന് പറയും. അത് യൂഷ്വലി കാണുന്നത് പനിയുള്ളപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അനീമിക് ആണെങ്കിൽ, ആങ്സൈറ്റി, ടെൻഷൻ, തൈറോയ്ഡ് ഇഷ്യൂസ് എന്നുള്ള കണ്ടീഷൻസിലൊക്കെയാണ് ടാക്കിക്കാർഡിയ കാണുന്നത്. ഇനി ഹാർട്ട് റേറ്റ് 60ന് താഴെയാണെങ്കിൽ ബ്രാഡിക്കാർഡിയ എന്ന് പറയും, അതായത് ഹാർട്ട് റേറ്റ് കുറവാണ്. ഏതൊക്കെ കണ്ടീഷൻസിലാണ് അങ്ങനെ കാണുന്നത്? ഒന്ന് സ്പോർട്സ് പേഴ്സൺ, ആത്ലീറ്റ്സ്, അവർക്കൊക്കെ ഹാർട്ട് റേറ്റ് യൂഷ്വലി 60ന് താഴെ ആയിരിക്കും. പിന്നെ ബീറ്റാ ബ്ലോക്കേഴ്സ് പോലത്തെ മരുന്നുകൾ ബിപിക്ക് കഴിക്കുമ്പോൾ, പിന്നെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം പോലത്തെ കണ്ടീഷൻ, അതായത് തൈറോയ്ഡ് ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ കുറവാണ്. ഈ കണ്ടീഷനുകളിലൊക്കെയാണ് ബ്രാഡിക്കാർഡിയ, അതായത് ഹാർട്ട് റേറ്റ് കുറവായി കാണുന്നത്. പിന്നെ ചെക്ക് ചെയ്യുന്ന ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് റിത്തമാണ്, അതായത് നിങ്ങളുടെ ഹാർട്ട് കൃത്യമായിട്ടുള്ള ടൈം ഇന്റർവെൽസിലാണോ ബീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിൽ റെഗുലർ ടൈം ഇന്റർവെൽസിലാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്, ഓരോ സെക്കൻഡ് കൂടുമ്പോൾ. പക്ഷെ നിങ്ങളുടെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇറഗുലർ ടൈം ഇന്റർവെൽസ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഹാർട്ട് ബീറ്റ് 1 സെക്കൻഡിൽ കിട്ടിയ രണ്ടാമത്തെ ഹാർട്ട് ബീറ്റ് 2 സെക്കൻഡ് കഴിയുമ്പോഴായിരിക്കും കിട്ടുന്നത്. അങ്ങനെ ഒരു ഇറഗുലർ ടൈം പീരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ടെന്ന് കാണിക്കുന്നു. പിന്നെ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെ കാട്ടി എക്സ്ട്രാ ആയിട്ട് വല്ല ബീറ്റ്സ് കിട്ടുന്നുണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്യുന്നു. അതിനെ എക്ടോപിക് ബീറ്റ്സ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം ചെക്ക് ചെയ്യുന്നത് ഒരു പൾസിന്റെ വോളിയം ആണ്, അതായത് സ്പന്ദനത്തിന്റെ ശക്തി എന്ന് പറയും. ഹൈ വോളിയം പൾസ് കാണുന്നത് നിങ്ങൾക്ക് പനിയുള്ളപ്പോഴും അനീമിക് ആവുമ്പോഴും ഹാർട്ടിന്റെ വാൽവിന് ഇഷ്യൂസ് ഉള്ളപ്പോഴും ഒക്കെയാണ്. ഹാർട്ടിന്റെ വാൽവിന് ഇഷ്യൂ വരുമ്പോൾ ഒരു ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഉണ്ടാവുന്നു, അതൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ ലോ വോളിയം പൾസ് ഉണ്ട്, അതായത് നിങ്ങളുടെ ശരീരം ഷോക്കിലേക്ക് പോകുമ്പോൾ, രക്തം വാർന്ന് ശരീരം ഷോക്കിലേക്ക് പോകുമ്പോഴൊക്കെ ത്രെഡി പൾസ് എന്ന് പറയും, അതും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. നാലാമത്തെ കാര്യം ചെക്ക് ചെയ്യുന്നത് ഒരു കമ്പാരിസൺ ആണ്. നിങ്ങളുടെ 2 കൈയിലെയും പൾസ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സെയിം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ആർട്ടറിക്ക് ചുരുക്കമുണ്ടെന്നാണ്. പിന്നെ ഒരു കാര്യം ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഹാർട്ട് റേറ്റും പൾസ് റേറ്റും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് സ്റ്റെതസ്കോപ്പ് വെച്ച് നെഞ്ചിൽ ഒരു ഡോക്ടർ ചെക്ക് ചെയ്യുന്നതാണ് ഹാർട്ട് റേറ്റ്. നിങ്ങളുടെ കയ്യിൽ പിടിച്ചു നോക്കുന്നതാണ് പൾസ് റേറ്റ്. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ത്? ഇതും കൺസിഡർ ചെയ്ത് നിങ്ങളുടെ ക്ലിനിക്കലി ഉള്ള കണ്ടീഷൻ, നിങ്ങളുടെ സിംറ്റംസ് എന്താണ് എന്നൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് മറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പോൾ മെയിൻലി ആദ്യത്തത് ECG ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതൊരു ഗ്രാഫാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഹാർട്ടിന്റെ റേറ്റും ഒരു ഹാർട്ടിന്റെ റിത്തവുമാണ്. നിങ്ങൾക്ക് വാൽവിന് പ്രശ്നമുണ്ടോ, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടോ, നിങ്ങൾക്ക് നിലവിൽ ഒരു അറ്റാക്ക് ഉണ്ടോ, അറ്റാക്ക് വരാനുള്ള സാധ്യതകളുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം എക്കോ ടെസ്റ്റ് ആണ്. അതൊരു ഹാർട്ട് സ്കാൻ ആണ്. ഹാർട്ടിന്റെ ഫംഗ്ഷനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് ഒരു നീർക്കെട്ടുണ്ടോ, വാൽവുകൾ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, ഹാർട്ടിന്റെ മസിൽ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ട്രെഡ്മിൽ ടെസ്റ്റ് ആണ്. അതായത് നിങ്ങളുടെ ബോഡി എക്സേർഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതായത് കൃത്യമായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ടോ, ബ്ലഡ് സപ്ലൈ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാതെ നാഡീ വിദഗ്ധന്മാർ പറയുന്നത് പോലെ പൾസ് റേറ്റ് വച്ചിട്ട് നിങ്ങൾക്ക് ഗ്യാസ്ട്രൈറ്റിസ് വരുമോ എന്നോ, താരൻ വരുമോ എന്നോ, വെരിക്കോസ് വെയിൻ വരുമോ എന്നോ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ ഷെയർ ചെയ്ത ഇത്രയും ഇൻഫർമേഷനാണ് ഒരു പൾസ് റേറ്റിൽ നിന്നും ഹാർട്ട് റേറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കോണ്ടന്റിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.